എന്തായാലും സാധനം ഞാൻ ഓടിച്ച് കാണിക്കാം. ആദ്യം തന്നെ നമുക്ക് ലൈറ്റ് ഓപ്പൺ ചെയ്യാം. ഹലോ മലയാളീസ്, എന്നോട് അങ്ങനെ ഇന്ന് നമ്മൾ വീണ്ടും കുറച്ച് അൺബോക്സിംഗ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇത്രയും ഹോട്ട് വീൽസാണ്. കണ്ടല്ലോ, ഹോട്ട് വീൽസിൻ്റെ മെയിനിലായി 4 പേര് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നു. അതൊക്കെ പിന്നെ ഉള്ളൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ടെമൂന്ന് കുറച്ച് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തായിരുന്നു. ഇത് എന്ത് കാണിക്കാം, ഇത് പിന്നെ നമ്മുടെ ചെറിയ ബ്ലേഡ് സാധനമൊക്കെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി. പിന്നെ മറ്റൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഇന്നെല്ലാവരും കാത്തിരുന്ന അത് ഒരു RC കാർ മേടിച്ചിട്ടുണ്ട്. എന്തായാലും ഇതാണ് ഐറ്റം. ഞാൻ ഈ മോഡൽ പോർഷൻ തന്നെയാണ് ഓർഡർ ചെയ്തത്. വന്നിപ്പോൾ ഇതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്കിത് പൊട്ടിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഏതാണ് ഇരിക്കുന്നത്. സാധനം എന്തായാലും നമുക്ക് പൊട്ടിച്ച് നോക്കാം. അപ്പം ഇറ്റ്സ് മീ ഷാരോൺ, വെൽക്കം ടു ഷാരോൺസ് വ്ലോഗ്. അപ്പോൾ പറഞ്ഞുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ ഹോട്ട് വീൽസിന് തുടങ്ങാം. നമുക്കിത് ചുമ്മാ പൊടിച്ചാണെങ്കിൽ ചുമ്മാ ഒരു ചെറിയ നമ്മൾ ചൂണ്ടുവരേണ്ട അത്ര പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കണ്ട് ഞാൻ ഓർഡർ ചെയ്തത്. എന്താണെന്ന് സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഐറ്റം. കത്തിയാണ്. ഇവിടെ ലോക്കൊക്കെ ഉണ്ട്. ഇത്രേ ഉള്ളൂ. മൂർച്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കത് പരീക്ഷിച്ച് നോക്കാൻ അറിയത്തുള്ളൂ മൂർച്ച ഉണ്ടോ ഇല്ലയോ എന്ന്. ഇതാണ് ഐറ്റം. ടിപ്പൊന്ന് മേടിച്ചതാണ്. പിന്നെ വേറെ ഒരെണ്ണം, ഇതും ടെമ്പൂടിൻ്റെ ആണ്. വല്ലാണ്ട് ഒറ്റപ്പെട്ടില്ല. കത്തിയുള്ള പെന്തിന് നമ്മൾ മൂർച്ചുണ്ട് ആക്കി കണ്ടിട്ട് പോകുന്നു. മൂർച്ചുള്ള സാധനമുള്ളപ്പോൾ നമ്മൾ എന്തിന് വേറെണ്ണം. ഇത് നമ്മുടെ കസ്റ്റമർ മേടിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് മേടിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നും അറിയാലോ, ഈ മഴവിൽ കളറായ കാരണം. ഇത് സാധനം സൂപ്പറല്ലേ, ചുമ്മാ നേരം നോക്കുന്നത്. നമുക്ക് ഹോട്ട് വീൽസ് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. കമോൺ ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അൺബോക്സ് ചെയ്യാൻ പോകുന്ന മോഡൽ എന്ന് വെച്ചാൽ ഫോർഡ് GTയുടെ മോഡിഫൈഡ് വേർഷനാണ് കേട്ടോ. ഇത് 2025 ഇറങ്ങിയതിൽ 250-ൽ 159ാമത്തെ പ്രൊഡക്ഷനാണത്. ഇത് എന്തായാലും നമുക്ക് സമയം കളയാതെ പൊട്ടിക്കാം, അൺബോക്സ് ചെയ്യാം. ഒട്ടും സമയം കളയാതെ നമുക്ക് അൺബോക്സ് ചെയ്യാം. വാ, ഈ കത്തിക്ക് മൂർത്തുണ്ട് കേട്ടോ അല്ലേ. നല്ല രീതിയിൽ കണ്ടിക്കുന്നുണ്ട്, പക്ഷേ ഇത്തിരി പാടാണ് കണ്ടിച്ചെടുക്കാൻ കോണറൊക്കെ വരുമ്പോഴത്തേനും. യെസ്, ഇതാണ് മുതൽ മോഡിഫൈഡ് ഐറ്റം. 2 ഡോറ്, ഡബിൾ ഡോറ്, അലോവീൽസ് ഉണ്ട്. എന്നൊക്കെ ഗോൾഡ് കളറ്. സ്പോർട്സ് കാർ ആയിരിക്കും. അതെ, സ്പോർട്സ് കാറാണ് മുതൽ. ഇത് എങ്ങനെയുണ്ട് ഐറ്റം? ഇച്ചിരി ഹെവി കേട്ടോ, നല്ല ഇച്ചിരി വെയിറ്റ് ഉണ്ട് സാധനത്തിന്. മുകളിൽ മെറ്റൽ, താഴെ പ്ലാസ്റ്റിക്, ഗ്ലാസും പ്ലാസ്റ്റിക്. ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് വൈറ്റ് കോംബോ. അടിപൊളി സാധനമല്ലേ. എന്തായാലും നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത് നമ്മുടെ ഇരിക്കുന്ന മുതൽ ഏതാണെന്ന് വെച്ചാൽ പിന്നെ കിങ്കൂഡ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ തെറ്റാണെന്ന് എനിക്ക് അറിയത്തില്ല. അറിയുന്നവരെ ജസ്റ്റ് കമൻറ്റ് ഇടുക. സാധനം ഞാൻ കാണിച്ചുതരാം. ഇത് 2025 ഇറങ്ങിയതിൽ 217, അത് 250 പ്രൊഡക്ഷനിൽ 217ാമത്തെ സാധനമാണത്. ഇത് കിങ്കൂഡ അതുതന്നെയല്ലേ? എനിക്കറിയത്തില്ല, നിങ്ങളെന്നെ ജസ്റ്റ് കമൻറ്റ് ഇടുക അത് തന്നെയാണോ എന്ന്. എന്തായാലും താഴേക്ക് വരിക, ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. യെസ്, ഇതാണ് കിങ്കൂഡ. പൊട്ടിക്കാം. കിങ്കൂഡിനെ പൊട്ടിക്കാൻ നമുക്ക് ആദ്യം ബ്ലേഡ് മേടിച്ചിട്ട് ആദ്യത്തെ കണ്ടിട്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ. യെസ്, വാ, പച്ച കളറെന്ന് പറഞ്ഞാൽ എറിച്ച് നിൽക്കുന്ന പച്ച കളർ. ഗ്ലാസ്സില്ല. 2 ഡോറ്. 2 ഡോറാണ്, 5 സീറ്ററാണ്. അടിപൊളി സാധനം. അലോവീൽസിൻ്റെ കളർ നോക്കിയാൽ റെഡ് കളർ. എനിക്കത് ബ്ലാക്ക് ആൻഡ് റെഡ്. എനിക്ക് ഈ അലോവീൽസ് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ. എൻ്റെ പൊന്നടോ, സൂപ്പർ നാച്ചുറൽ. ഡീറ്റെയിലിങ് എത്ര കാര്യമായിട്ടില്ലെങ്കിലും മെയിൻ ലൈൻ ആണെന്ന് ഓർത്തോട് കൊള്ളുക. എന്തായാലും ഇവിടെ സിമ്പിൾ ലോഗോസൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ട്രാൻസ്പെറൻ്റ് ആണ് ഗ്ലാസ് അകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ. അകം മൊത്തം സിൽവർ കേട്ടോ. എന്തായാലും പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് അടുത്തതിൽ കിടക്കാം.
അടുത്തതായി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഹോട്ട് വീൽ മെയിൻ ലൈൻ കളക്ഷൻ ഏതെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്കിടയിൽ പോക്കി എന്നറിയപ്പെടുന്ന ഒരു മോഡലാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സാധനം കാണിക്കുക ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ്. ഇത് 250-ൽ 62ാമത്തെ കളക്ഷനാണ് നമ്മുടെ ഇരിക്കുന്നത്. 62ാമത്തെ ഏതാ മോഡൽ? ഇത് പോക്കി കാർ. എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പം എന്തായാലും സമയം കളയാതെ നമുക്ക് ഈ ആർട്ട് കാർ അൺബോക്സ് ചെയ്യാം. യെസ്, ഇതാണ് ആർട്ട് കാർ. എൻ്റെ പൊന്നെ, ആ കളറും സൈഡിലെ ആ പൂവിൻ്റെ ഡിസൈനിങ്ങും അലവിൽസ് നീല കളർ, ഒരു പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പോയിലാണ് ഇവർ ഇറങ്ങിയേക്കുന്നത്. പുറയിലെ പുകക്കുഴലുകൾ, മുൾട്ടി, ഡബിൾ ഡോറ്, ഗ്ലാസ് ഇല്ല, അകത്ത് മൊത്തം വൈറ്റ് കാണാൻ സാധിക്കുന്നതോ എനിക്കറിയത്തില്ല. ഗ്ലാസ് ബ്ലൂ കളർ, സ്ഥിരം വരുന്ന മെറ്റൽ, പ്ലാസ്റ്റിക്, അടിപൊളി സാധനം, തീർ സാധനം. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഇനി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഓഡി 90 എന്ന് പറയുന്ന മോഡലാണ്. സ്പോർട്സ് കാറാണ്. 250-ൽ 199ാമത്തെ 199 എന്നാൽ 222 എല്ലാം കിട്ടുമായിരുന്നു. ഞാൻ അവിടെ 199ാമത്തെ മോഡലാണ് നമ്മളിനി അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇവനാണ് മോഡൽ, കണ്ടോ? ഇതാണ് ആ മോഡൽ. ഇതിലൊട്ടും സമയം കളയണ്ട, നമുക്ക് ഈ സാധനം അൺബോക്സ് ചെയ്യാം. കമോൺ, കണ്ണുകൾ താഴേക്ക്, ക്യാമറ താഴേക്ക്, കണ്ടിക്കുക, വലിക്കുക. സൈഡ് യെസ്, ഇവനാണ് മോഡൽ സ്പോർട്സ് കാർ. സാധാരണ രീതിയിൽ ഇവിടെ മറ്റേ ഇവിടെ ഗ്ലാസ്സില്ല കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റൽ വെച്ചേക്കുന്നത്. ഗ്ലാസ്സിനില്ല, അത് ഗ്ലാസിൻ്റെ വേറെ ടൈപ്പ്. സോറി. ഇവിടെ വൈപ്പറൊക്കെ എതിർത്ത് സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ലോഗോ, ഓഡിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും കൊടുക്കണ്ടായിരുന്നു, കൊടുത്തിട്ടില്ല. എന്തായാലും സ്പോർട്സ് കാർ ആയതുകൊണ്ട് 25 നമ്പറും കൊടുത്തിട്ടുണ്ട്. ലെവൽസ് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്, മെറ്റൽ, ഇതിൻ്റെ സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഇനിയാണ് നിങ്ങളെല്ലാവരും കാത്തിരുന്ന മറ്റേ RC. ഇതാണ് മോഡൽ. എന്തായാലും നമുക്കൊട്ടും സമയം കളയാതെ നമുക്ക് അൺബോക്സ് ചെയ്യേണ്ട. അതൊരു കൂടുതലും പറയുന്നുണ്ട് ഹൈ സ്പീഡ് ഗിയർ ഡ്രൈവ്, LED ലൈറ്റ്, ലാർജ് ബാറ്ററി, ഡിജിറ്റൽ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ എന്നൊക്കെ. ഒട്ടും കളയാതെ നമുക്ക് പൊട്ടിച്ച് നോക്കാം. എന്തായാലും ടെമൊന്നായ കാരണം എൻ്റെ പാക്കിംഗ് ഒന്നും പക്ക ഡീറ്റെയിലിംഗ് അല്ല, അതൊക്കെ ചിളങ്ങി പിളിങ്ങി പോകും. ഇനി ഇത് വർക്ക് ചെയ്യില്ലോ എന്ന് എനിക്കറിയണം. വെറും 1200 രൂപ, 1200 സാധനമാണിത്. പക്ഷേ ഇത് കുറച്ച് വെയിറ്റൊക്കെ തോന്നുന്നുണ്ട്. പൊടിച്ച് നോക്കിയാലേ കാര്യം അറിയത്തുള്ളൂ. ഇതിൻ്റെ അകത്തിരിക്കുന്ന കവറിങ്ങിൻ്റെ ആണോ വെയിറ്റ് എന്നൊക്കെ. എന്തായാലും നമുക്കിത് സമയം കളയാതെ പൊട്ടിക്കാം. അപ്പം ക്യാമറ കൊണ്ട് നേരെ താഴേക്ക് തിരിച്ചുകൊള്ളുക. കാണണ്ട നിങ്ങളൊക്കെ. വേറെ എക്സ്ട്രാ ടയറൊക്കെ ഉണ്ട് കേട്ടോ പറയുന്നത്, റീപ്ലേസ്മെൻ്റ് എന്നൊക്കെ. നമുക്ക് നോക്കാം. യെസ്, എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്ത് തിരിഞ്ഞു പോയി ഇല്ലല്ലോ. മോനെ, ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. തിരിക്കട്ടെ. കൂടുതൽ ചാർജ് ചെയ്യാൻ, ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സാധനം. മേൽക്കവർ കൂടി ഞാൻ എക്സ്ട്രാ ഡ്രിസ്റ്റ് ചെയ്യാനുള്ള ടയർ 4 എണ്ണം എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഇരുമാ സൈഡിൽ വെക്കാനുള്ള മറ്റേ സാധനങ്ങളൊക്കെ ഇല്ലേ, അതും തന്നിട്ടുണ്ട്. ഏട്ടാ മോനെ, റിമോട്ട് നോക്കി. ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണോ എന്ന് ചോദിച്ചാൽ വെച്ചേക്കല്ലേ. റിമോട്ട് കൊള്ളാം. അതെ, റിമോട്ട്. എൻ്റെ അടിയിൽ ബാറ്ററി, എക്സ്ട്രാ ബാറ്ററി ഇടണം. എൻ്റെ അടിയിൽ ബാറ്ററി ഇടണം. പിന്നെ ഇതാണ് മുതൽ കാർ. പോർഷൻ്റെ നമുക്ക് ഇട്ട് വെക്കുന്ന കേട്ടോ, അടിപൊളി. ഓക്കെ, എന്താ ലുക്ക്. ഇത് മെറ്റലല്ല കേട്ടോ, ഇത് പ്ലാസ്റ്റിക് ആണോ? അതെ, ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. ആസ് ദ നോർത്ത് വിൻഡ്. എന്തായാലും നമുക്കിത് ഒട്ടിച്ച് നോക്കാം, എന്നിട്ട് ഇത് ഓടിച്ച് നോക്കിയിട്ട് നിങ്ങളോട് റിവ്യൂ പറയാം. അതായിരിക്കും എന്നിട്ട് നല്ലത്.
എങ്ങനെയാണെന്ന് അറിയത്തില്ല. എൻ്റെ സ്ക്രൂ ഒക്കെ അഴിച്ചതിൻ്റെ അകത്താണ് ബാറ്ററിയൊക്കെ ഇരിക്കുന്നതാണ് പറയുന്നത്. കുറേ മാനുവൽ ബുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടിരുന്ന് വായിച്ച് നോക്കണം. ഓക്കെ, എന്തായാലും ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ട് ഞങ്ങളോട് റിവ്യൂ പറയുന്നതായിരിക്കും. ലൈറ്റൊക്കെ ഉള്ള കണ്ടോ, ഫ്രണ്ടിൽ LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ബാക്കിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓടുമില്ലയോ എന്ന് നമുക്ക് പറഞ്ഞ് നോക്കാം. എന്തായാലും ഞാനിത് ക്യാമറ കണ്ട് നേരത്തെ ആയിരിക്കും തിരിച്ച് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓടുമില്ലെന്ന് അറിയാമല്ലോ. വാ, എന്തായാലും സാധനം ഞാൻ ഓടിച്ച് കാണിക്കാം. ആദ്യം തന്നെ നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യാം. ലൈറ്റ് ഓൺ ചെയ്യാനുള്ള സ്വിച്ചും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചൊക്കെ ഇതിലുണ്ട്. എന്തായാലും നമുക്ക് കൊടുത്തോ. ഇതിപ്പം ട്രാക്കിൽ ഉപയോഗിക്കുന്ന ടയർ ഇതാണ് കിടക്കുന്നത്. ഡ്രിഫ്റ്റ് കാർ അയ്യ അടിപൊളി. ഇപ്പം താഴെ പോയനെ സാധനം കൊള്ളാം കേട്ടോ. നോക്കാം ഡീറ്റെയിലിങ് എൻ്റെ പരിപാടികളെല്ലാം നോക്കി. ഇത് പോർഷയിൽ ലോഗോയും പരിപാടിയൊന്നും കൊടുത്തിട്ടില്ല. എന്നാലും ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ. സാധനം കൊള്ളാം, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത് ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസാണ്. ഇതും പ്ലാസ്റ്റിക്കാണ്. എന്തായാലും അടിപൊളി സാധനം. നമുക്ക് ഈ ടയർ മാറ്റിയിടാം. ടയർ എങ്ങനെ ഊരിയെടുക്കുന്നത്? ഇതിനകത്ത് ടൂൾ വല്ലതും ഉണ്ടോ? ടൂളുണ്ടായിരിക്കണം. ടയർ മാറ്റിയിടുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഇതാണ് നമ്മൾ ഇന്ന് മേടിച്ച സാധനം. അപ്പം നമ്മൾ മേടിച്ച ആസിക്കുട്ടനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? എന്തായാലും കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനിയും നിങ്ങളുടെ സബ്സ്ക്രൈബ് കൂടുന്നതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ വലുത്, പിന്നെ അതിൻ്റെ വലുത്, പിന്നെ അതിൻ്റെ വലുത്, അങ്ങനെ നീണ്ടു പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇസ്മി ഷാരോൺ, ബൈ.